നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ മുത്തശ്ശി എൻഗേജ്മെന്റ് നടത്തുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അതുകൊണ്ട് നീ ഒരല്പം കൂടി ക്ഷമിക്കണം, സഹകരിക്കണം. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. എന്തായാലും എൻഗേജ്മെന്റ് വരെ നീ എന്നെ സഹായിച്ചേ പറ്റൂ. എനിക്ക് അവളുമായിട്ട് ഒളിച്ചോടണമെങ്കിൽ കുറച്ച് പണം കൂടിയേ പറ്റൂ. അതിന് വീട്ടുകാർ കനിയണം. അവരെന്നോട് കനിയണമെങ്കിൽ ഞാൻ മറ്റൊരു പെണ്ണിനാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അവർക്ക് തീർത്തും വിശ്വാസമാവണം. അതുവരെ നീ എന്നെ ഒന്ന് സഹായിക്കും പ്ലീസ്. അവസാന നിമിഷം വരെ അവനുമായി ഒളിച്ചോടാൻ പോകുന്ന പെണ്ണ് മൈഥിലി ചേച്ചിയാണെന്ന സത്യം എനിക്ക് അറിയില്ലായിരുന്നു. അറിയായിരുന്നെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തെ മാനം കെടുത്തു. എന്റെ അമ്മാവന്റെ മകനായ ACP ഞാൻ സാധിക്കോ? ഞാൻ അവൻ വിരിച്ച വലയിൽ വീണു പോയി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. അവൻ പണത്തിനു വേണ്ടി ഒരുപക്ഷെ എന്നെയും ചതിക്കായിരുന്നു. എന്റെ കഴുത്തിലേക്ക് അവന്റെ താലി വീഴാതിരിക്കാൻ വേണ്ടി. അതെ, ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ അവിടെയാ. ഈ തക്കത്തിൽ നമുക്ക് മറ്റേ പ്ലാൻ നടത്തിയാലോ? കറക്റ്റ്. ഞാനും അത് തന്നെയാ വിചാരിക്കുന്നത്. പണം ഇരിക്കുന്ന സ്ഥലം അറിയാലോ? ഒരു കാട്ടുകള്ളനെയാണല്ലോ കുടുംബത്തിൽ കയറ്റി ഇത്രയും നാളും താമസിപ്പിച്ചത്. നമ്മളൊക്കെ എത്ര ശുദ്ധഗതിക്കാരാ. കരയാതെ മോളെ, നീ തെറ്റുകാരിയല്ലെന്ന് അമ്മയ്ക്ക് നേരത്തെ അറിയായിരുന്നു. ഇപ്പത്തെ നിന്റെ മുത്തശ്ശിയുടെ സംശയം മാറിയല്ലോ. മോളിങ് വാ. മോള് വിഷമിക്കാതെ. നിന്നെ ഞങ്ങൾക്കറിയില്ലേ. എല്ലാ സത്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്റെ മോള് കരയാതെ. ഇപ്പൊ നിനക്ക് കരയേണ്ടി വന്നു. അത് കള്ളത്തരം അറിയാഞ്ഞിട്ട്. ജീവിതത്തിൽ എപ്പോഴും തോറ്റുപോകുന്നത് മനസ്സിൽ നന്മയുള്ളവരാ. ആരെയും ചതിക്കാനും വഞ്ചിക്കാനും അറിയാത്തവർ. എന്റെ മോള് കരയണ്ട. മുത്തശ്ശി, എന്റെ മോക്ക് ഞങ്ങളൊക്കെ ഇല്ലേ. ഒട്ടും വിഷമിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.